നമസ്കാരം. 2004 ദിലീപ്, കാവ്യ നായികന്മാരായി ജോഷിയുടെ സംവിധാനത്തിൽ പുറത്തെത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു റൺവേ. ദിലീപിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്ന്. ഇന്നും റിപ്പീറ്റ് വാല്യൂ ഉള്ള ഈ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ചുള്ള ചില ചർച്ചകളെല്ലാം സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. ഈ വേളയിൽ ഈ ചിത്രത്തെക്കുറിച്ച് തിരക്കഥാകൃത്ത് സിബി കെ തോമസ് പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു സിബി. റൺവേ മമ്മൂട്ടിയെ നായകനാക്കി ചെയ്യാനിരുന്ന സിനിമയാണെന്നാണ് സിബി പറയുന്നത്. എന്നാൽ ചില കാരണങ്ങൾ കൊണ്ടാണ് റൺവേയിൽ മമ്മൂട്ടി നായകനായി അഭിനയിക്കാതിരുന്നതെന്നും സിബി കെ തോമസ് പറഞ്ഞു. ജോഷി സാറുമായി ഞങ്ങൾ ആദ്യം ചെയ്യുന്ന സിനിമ റൺവേ ആണ്. അന്ന് CID മൂസ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ജോണി ആന്റണിയോട് ഒരു സബ്ജക്ട് പറഞ്ഞു. ആ സബ്ജക്ട് വർഷങ്ങൾക്ക് മുൻപ് ഗോപുരാജ് ചിത്രയ്ക്ക് വേണ്ടി മമ്മൂക്ക നായകനായി, ജോസ് തോമസ് ഡയറക്ടറായി ചെയ്യാൻ തീരുമാനിച്ചു. അന്ന് വാളയാർ ചെക്ക് പോസ്റ്റ് എന്നായിരുന്നു ചിത്രത്തിന് പേര് നൽകിയിരുന്നത്. ഈ ചിത്രത്തിന്റെ കഥ പറയാൻ വേണ്ടി ഞങ്ങൾ മമ്മൂക്കയെ കാണാൻ ഊട്ടിയിലേക്ക് പോയി. അന്ന് ഊട്ടിയിൽ മേഘം എന്ന പ്രിയദർശൻ ചിത്രത്തിന്റെ ഷൂട്ട് നടക്കുകയായിരുന്നു. അന്ന് ഒരു ടീമായിട്ടാണ് ഞങ്ങൾ പോയത്. ഷൂട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ മുന്നിൽ ദിലീപ് നിൽക്കുന്നു. അപ്പോൾ ഉദയപുരം സുൽത്താൻ നടന്നിട്ടില്ല, ഇന്ന സമയത്ത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ല, കഥ മാത്രമേ കേട്ടിട്ടുള്ളൂ, തിരക്കഥ കേട്ടിട്ടില്ല. അന്ന് ദിലീപിനേക്കാൾ വലിയ ആർട്ടിസ്റ്റിനെ കാണാനാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ മമ്മൂക്കയുമായി ചെയ്യാൻ പോകുന്ന ആദ്യത്തെ സിനിമയാണ്. സെറ്റിനിടയിൽ ബ്രേക്ക് വന്നപ്പോൾ കഥ ഞങ്ങൾ മമ്മൂക്കയോട് പറഞ്ഞു. കഥ മുഴുവൻ കേട്ടിട്ട് പുള്ളി ചെയ്യാൻ തയ്യാറാണെന്ന് പറയുന്നു. മമ്മൂക്ക നായകൻ, ഡയറക്ടർ ജോസ് കെ തോമസ്, നിർമ്മാതാവ് ബാലു കുര്യത്ത്, വിതരണം ഗോപുരാജ് ചിത്ര. ഈ ഒരു ടീമാകാൻ പ്ലാനിട്ടു. ആ ഒരു അഹങ്കാരത്തിൽ പുറത്തേക്ക് വരുമ്പോഴാണ് ദിലീപ് നിൽക്കുന്നത്. ഈ സമയം ദിലീപ് ഞങ്ങളോട് ചോദിക്കുകയാണ് സ്ക്രിപ്റ്റ് എന്തായെന്ന്. മമ്മൂക്ക ഡേറ്റ് തന്നിരിക്കുകയാണ് ഞങ്ങൾക്ക്. അപ്പോഴാണ് ദിലീപ് സ്ക്രിപ്റ്റ് ആക്കിയോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ദിലീപിനോട് പറഞ്ഞു, ദിലീപെ ആദ്യം ഡേറ്റ് പറ, അപ്പോൾ ഞങ്ങൾ സ്ക്രിപ്റ്റ് റെഡിയാക്കി തരാമെന്ന്. അന്ന് ദിലീപിന് ഞങ്ങളോട് ദേഷ്യം വന്നിട്ടുണ്ടാകാം. എന്നാൽ കാലചക്രം കടന്നുപോയപ്പോൾ ആ സിനിമ ചെയ്തത് ദിലീപാണ്. റൺവേ എന്ന പേരിൽ എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തിയേറ്ററുകളിലേക്ക് എത്തിയ മമ്മൂട്ടി ചിത്രം ഗംഭീര അഭിപ്രായം നേടിയിരിക്കുകയാണ്. മമ്മൂട്ടിയെ നായകനാക്കി തമിഴിലെ സൂപ്പർ ഹിറ്റ് സംവിധായകനായ ഗൗതം വാസുദേവ് മേനോനാണ് ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്ത സിനിമയാണിത്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മെഗാസ്റ്റാർ തന്നെയാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. പതിവ് ഗൗതം മേനോൻ സിനിമകളുടെ തിരക്കഥകളിൽ നിന്ന് മാറി അല്പം ഹ്യൂമർ സ്വഭാവത്തിലാണ് ചിത്രം എത്തിയത്. ദിലീപും തന്റെ സിനിമാ തിരക്കുകളിലാണ്. പ്രിൻസ് ആൻഡ് ഫാമിലി, ബബ്ബ അടക്കമുള്ള ദിലീപിന്റെ വരാനിരിക്കുന്ന പ്രൊജക്ടുകളാണ് ദിലീപ് സിനിമാ പ്രേമികളുടെ പ്രതീക്ഷ. ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബബ്ബ. സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് നൂറിൻ ഷെരീഫും ഭർത്താവ് ഫാഹിം സഫറും ചേർന്നാണ്. വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവരും ചിത്രത്തിന്റെ ഭാഗമാണ്. വിനീത് ശ്രീനിവാസന്റെ സംവിധാന സഹായിയായി നേരത്തെ പ്രവർത്തിച്ചിട്ടുള്ളയാളാണ് ബബ്ബയുടെ സംവിധായകൻ ധനഞ്ജയ് ശങ്കർ.